ശംഖനാദം മുഴങ്ങി, ദീപാരാധനയ്ക്ക് നടയടിച്ചു. സന്ധ്യാലക്ഷ്മി പട്ടുപ്പുടവയെടുത്ത് നട തുറക്കുമ്പോൾ തൊഴുന്നതിലേക്ക് അക്ഷമയായി നിൽക്കുകയാണ്. ചുറ്റുവിളക്കുകൾ ക്ഷേത്രത്തിന് ചുഴലവും ചമ്പകമൊട്ടുമാല കൊരുത്തു തൂക്കിക്കഴിഞ്ഞു. അമ്പലത്തിന്റെ പുരോഭാഗം മഞ്ജലീബദ്ധമായ കൈകൾ ഒരു നന്ദനവനമാക്കുന്നു. ലളിതലവങ്കല താപരിശീലന കോമള മലയ സമീരേ എന്ന അഷ്ടപതി ഗാനം ഇടയ്ക്കിടെ മഞ്ജുനാദവുമായി ഇടകലർന്ന് മതിൽക്കകത്തെമ്പാടും ഓണം തല്ലുകയാണ്. ജയത ജയത ദേവോ ദേവകീ നന്ദനോയം തുടങ്ങിയ സ്തോത്രശകലങ്ങളും ചില കണ്ഠങ്ങളിൽ നിന്നും അമൃതധാരയായി പ്രവഹിക്കുന്നു. അതാ ശ്രീകോവിൽ നട തുറക്കപ്പെട്ടു. കൃഷ്ണ ഗുരുവായൂരപ്പ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. പത്മകോടി പ്രഭയിൽ ഗുരുവായൂർ തിരുസന്നിധിയിൽ വിളങ്ങുന്ന അഞ്ജനാശിലാരൂപമായ വിഗ്രഹത്തെ കണ്ട് ഭക്തകോടികൾ മേൽപ്പത്തൂർ പാടിയതുപോലെ ഭക്തിയുടെ പരമാനന്ദ കോടി എല്ലാം മറന്ന് സർവവും തിരിച്ച് ആ ദിവ്യമന്ത്രത്തിൽ മാത്രം അമർത്തരായി ആ തിരുരൂപം ദർശിച്ച് സായുജ്യമടയുന്നു. കൃഷ്ണ ഭഗവാനെ, ഈ തിരുദർശനത്തിനുള്ള ഞങ്ങളുടെ മഹാഭാഗ്യത്തെ എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ടു? നാരായണ ഹരിനാരായണ നാരായണ ജയനാരായണ നാരായണ. വൈകുണ്ഠദേശം ഗുരുവായൂപുരം തന്നിലേവും ആനന്ദനന്ദനൻ കൃഷ്ണൻ സച്ചിദാനന്ദരൂപൻ മുകുന്ദൻ. ഭൂലോക വൈകുണ്ഠദേശം ഗുരുവായൂപുരം തന്നിൽ മേവും ആനന്ദനന്ദനൻ കൃഷ്ണൻ സച്ചിദാനന്ദരൂപൻ മുകുന്ദൻ. അശരണരുടെയും ആർത്തന്മാരുടെയും കണ്ണീരൊപ്പുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ഏത് കൊടുങ്കാട്ടിലായാലും അറിഞ്ഞു വിളിക്കുമ്പോൾ ഓടിയണിഞ്ഞു വഴികാട്ടിത്തരുന്ന കാരുണ്യമൂർത്തി. അല്ലയോ ഭഗവാനെ, അവിടുത്തെ തിരുനാമം നിത്യവും ചൊല്ലുന്നവരെ ലോക ദുരിതങ്ങളിൽ നിന്നും മുക്തരാക്കുന്നു, ഭക്തർക്ക് സുഖവും സന്തോഷവും നൽകുന്നു. ഗുരുവായൂരപ്പ, അവിടുത്തെ മായാവിനോദങ്ങൾ എത്ര പാടിയാലും തീരാത്തതല്ലേ? പൂന്താനം നൽകിയ പാനസമാധുര്യ പൂന്തേനുകർന്നൊരു കണ്ണാ ചെറുശേരി ഗാഥകൾ കേട്ടു നിജാലെ ചിരിച്ചെന്തേ കണ്ണാ നീ തൊട്ടുകൂടാ
തിരിക്കു നീ മോക്ഷം കൊടുക്കല്ലോ കണ്ണാ. നിൻ തിരുമാഹാത്മ്യ ലീലകൾ പാടുവാനേതും കേളുകല്ല കണ്ണാ. ഇരുളിനെ പൂനിലാവാക്കി മോക്ഷമാർഗത്തിന്റെ മണിവാതിലുകൾ തുറന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ആത്മജ്ഞാനികൾക്ക് ബ്രഹ്മതത്വമായും അർത്ഥികൾക്ക് കൽപ്പവൃക്ഷമായും ദുഃഖിതർക്ക് അഭയസ്ഥാനമായും കലിയുഗത്തിൽ അത്ഭുത പ്രതിഭാസമായി ജ്വലിച്ചു നിൽക്കുന്നു. പവിത്രവും പരിശുദ്ധവുമായ അവിടുത്തെ മഹാത്മകഥകൾ ഗുരുവായൂർ തിരുനടയിൽ അവിടുന്ന് കാട്ടിയ ആ മായാലീലകൾ ഒരു കഥാമാലികയായി ആ പാദപത്മങ്ങളിൽ ഞാൻ അർപ്പിക്കുന്നു. കലിയുഗ മാനുഷർക്കാശ്രയമായി ഗുരുവായൂരമ്പല ശ്രീലകത്ത് വിഷ്ണു ചൈതന്യത്തിൻ മൂർത്തഭാവം നിത്യപ്രകാശം ചൊരിഞ്ഞിടുന്നു. ഭക്തർക്ക് നിത്യവും പ്രത്യക്ഷനായി ശ്രീകൃഷ്ണദേവൻ വിരാജിക്കുന്നു. ഭക്തിയാൽ യാചിച്ച് കൂപ്പി നിന്നാൽ മുക്തിപ്രഭാവം കരുത്തുമെന്നും. ഭൂലോക വൈകുണ്ഠമെന്ന് ഭക്തജനങ്ങൾ പ്രകീർത്തിക്കുന്ന ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ചും അവിടുത്തെ ശക്തി ചൈതന്യമായി വിളങ്ങുന്ന ദിവ്യ വിഗ്രഹത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും നാരദ പുരാണത്തിൽ ഒരു കഥയുണ്ട്. പാണ്ഡവന്മാർ അവസാന കാലത്ത് വാനപ്രസ്ഥം സ്വീകരിച്ച് രാജ്യഭാരം പൗത്രനായ പരീക്ഷിത്തിനെ ഏൽപ്പിച്ച് ഹസ്തിനപുരം വിടുകയും സ്വർഗസ്ഥരാവുകയും ചെയ്തു. ഒരു മുനികുമാരന്റെ ശാപത്താൽ പരീക്ഷിത്ത് രാജാവ് തക്ഷക ദംശനത്താൽ മരണമടഞ്ഞു. പരീക്ഷിത്തിന്റെ പുത്രനായ ജനമേജൻ പിതൃമരണത്തിന് രോഷാകുരനായി തക്ഷകനോട് പ്രതികാരത്തിനൊരുങ്ങി. സർപ്പവംശം മൂടോടെ മുടിക്കുന്നതിന് ജനമേജൻ ബ്രാഹ്മണരെ കൊണ്ട് ഒരു സർപ്പസത്രം ആരംഭിച്ചു. ഹോമാഗ്നി കത്തി ജ്വലിച്ചു. സർവനാഗങ്ങളും വന്നെരിഞ്ഞു. തക്ഷകൻ രക്ഷിക്കാൻ ചെന്നു. ഇന്ദ്രപാദം അഭയത്തിനെത്തി. സർപ്പങ്ങൾ ഓരോന്നായി യാഗാഗ്നിയിൽ ഹോമിക്കപ്പെട്ടു. അവസാനം തക്ഷകന്റെ ഊഴമായിരുന്നു. ഭയാക്രാന്തനായ മഹാനാഗം ദേവേന്ദ്രന് ശരണം പ്രാപിച്ചു. തന്റെ പിതാവിനെ കൊന്ന തക്ഷകൻ എന്തേ വന്നില്ല? ജനമേജൻ കർമ്മികളോട് അന്വേഷിച്ചു. മഹാരാജാവേ, തക്ഷകനെ ദേവേന്ദ്രൻ രക്ഷിച്ചിരിക്കുന്നു. എന്ത്? തക്ഷകന് മാത്രമല്ല, രക്ഷകനായ ദേവേന്ദ്രനെയും യാഗഭൂമിയിലേക്ക് ആവാഹിക്കുന്നു. സംഭ്രാന്തനായ ദേവേന്ദ്രൻ ദേവഗുരുവായ ബൃഹസ്പതിയുടെ അടുത്തേക്ക് രക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തി. ദേവഗുരു ബൃഹസ്പതി ജനമേജന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ജനമേജ രാജാവേ, ഈ സർപ്പഹോമം അവസാനിപ്പിക്കുക. താങ്കൾക്ക് തക്ഷകനെ വധിക്കാൻ സാധ്യമല്ല. തക്ഷകൻ അമൃതപാനം ചെയ്ത് അമൃതം പ്രാപിച്ച സർപ്പശ്രേഷ്ഠനാണ്. സകല ജീവജാലങ്ങളും കർമ്മഫലം അനുഭവിച്ചേ തീരൂ. ജനന മരണങ്ങളുടെയും സുഖ ദുഃഖങ്ങളുടെയും കാരണം കർമ്മമാണ്. അങ്ങയുടെ പിതാവിന്റെ മരണത്തിന് കാരണം തക്ഷകനല്ല, അദ്ദേഹത്തിന്റെ കർമ്മമാണ്. യാതൊരു കുറ്റവും ചെയ്യാത്ത അസംഖ്യം സർപ്പങ്ങളെ അങ്ങ് യാഗാഗ്നിയിൽ ഹോമിച്ചു. പരദ്രോഹപരമായ ഈ സർപ്പസത്രം ഇനിയെങ്കിലും നിർത്തുക. ബൃഹസ്പതിയുടെ ഉപദേശം കേട്ട ജനമേജൻ സർപ്പസത്രം ഉപേക്ഷിച്ചു. എന്നാൽ സർപ്പഹോമത്തിന് ശേഷം ജനമേജന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് വികൃതമായി. അതികഠിനമായ കുഷ്ഠരോഗത്താൽ നരകദുഃഖം അനുഭവിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജനമേജൻ അത്രേയ മഹർഷിയെ കാണാനിടയായി. രാജാവ് അനുഭവിക്കുന്ന നരകയാതന കണ്ട് അകമലിഞ്ഞ് ആ വിശിഷ്ടയോഗി ഉപദേശിച്ചു. ഭാർഗവരാമൻ വഴുവാലുയർത്തൊരു കേരളം എന്നുള്ള നാട്, കേരവൃക്ഷങ്ങളും കേളീവനങ്ങളും
പേർപ്പെട്ട കേരള നാട് പോകമിക്കനേ ശ്രീ ഗുരുവായൂർ നേരെ പുകൾ പെറ്റ പുണ്യദേശം. ഭാർഗവ ക്ഷേത്രത്തിൽ ഗുരുവായൂർ എന്നൊരു പുണ്യസ്ഥലമുണ്ട്. അവിടെയുള്ള മഹാക്ഷേത്രത്തിൽ ശ്രീഹരിയുടെ ശക്തി ചൈതന്യം മൂർത്തിമത്തായി പ്രകാശിക്കുന്നു. ഭക്തന്മാർക്ക് ഭഗവാൻ അവിടെ പ്രത്യക്ഷ ഗോചരനാണ്. ശ്രദ്ധാവിശ്വാസാദികളുടെ ഗുരുവായൂർ ചെന്ന് ഭജിച്ചാൽ ഭക്തി വേണ്ടവർക്ക് ഭക്തി, മുക്തി വേണ്ടവർക്ക് മുക്തി, ഐശ്വര്യ സുഖഭോഗങ്ങൾ വേണ്ടവർക്ക് ആഗ്രഹം സഫലമാക്കുന്നു. ഇങ്ങനെ മനുഷ്യർക്ക് സർവാഭീഷ്ടങ്ങൾ നൽകുന്ന സന്താന ചിന്താമണിയാണ് ശ്രീ ഗുരുവായൂരപ്പൻ. അവിടെ പോയി ഭജനമിരുന്നാൽ അങ്ങയുടെ രോഗം നിശേഷം മാറും, അന്ത്യത്തിൽ പരമപദവും കിട്ടും. മഹർഷി, അങ്ങയുടെ ഉപദേശം ഞാൻ അമൃതായി സ്വീകരിക്കുന്നു. ആശാഭരിതനായ ജനമേജൻ ഗുരുവായൂർ സ്ഥലപുരാണവും ക്ഷേത്ര മാഹാത്മ്യവും അറിയാൻ ആഗ്രഹിച്ചു. മഹാരാജൻ പണ്ട് സുതപസ് എന്ന പ്രജാപതിയും അദ്ദേഹത്തിന്റെ പത്നിയായ പ്രശ്നയും സന്ധ്യതീർത്ഥം ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. ബ്രഹ്മാവ് അവർക്ക് കൊടുത്തതാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണുന്ന ആ ദിവ്യ വിഗ്രഹം. വിഷ്ണു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ ദിവ്യ വിഗ്രഹം വളരെ കാലം പൂജിക്കുകയും ഒടുവിൽ മഹാവിഷ്ണു ആ ദമ്പതികൾക്ക് മുന്നിൽ പ്രത്യക്ഷീഭവിക്കുകയും ചെയ്തു. ഭഗവാന് തുല്യനായൊരു പുത്രൻ തങ്ങൾക്കുണ്ടാകണമെന്ന് അവർ ശ്രീഹരിയോട് പ്രാർത്ഥിച്ചു. വിഷ്ണു സ്വയം 3 ജന്മങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത പരിതസ്ഥിതിയിൽ അവരുടെ പുത്രനായി ജനിക്കുമെന്ന് അവരെ അനുഗ്രഹിച്ചു. ഈ 3 ജന്മങ്ങളിലും വിഷ്ണു സാന്നിധ്യം സമ്പൂർണമായുള്ളതും ബ്രഹ്മാവിനാൽ ദത്തമായതുമായ ആ ദിവ്യ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകുമെന്നും ഭഗവാൻ അരുളി ചെയ്തു. അങ്ങനെ ദ്വാപരയുഗത്തിൽ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി ഭൂമിയിൽ അവതരിച്ചു. അനന്തരകാലത്ത് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ഒരു മഹാക്ഷേത്രം നിർമ്മിച്ച് ഈ ദിവ്യ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു. സ്വർഗാരോഹണത്തിന് മുൻപ് ശ്രീകൃഷ്ണൻ തന്റെ ഭക്തനായ ഉദ്ധവരോട് ദ്വാരക സമുദ്രത്തിൽ മുങ്ങി നശിക്കുമ്പോൾ ഈ വിഗ്രഹം ലോകോപകാരാർത്ഥം പ്രത്യേകം കാത്തു സൂക്ഷിക്കണമെന്നും ഉപദേശിക്കുകയുണ്ടായി. ഉദ്ധവർ ഇക്കാര്യം ദേവാചാര്യനായ ബൃഹസ്പതി അറിയിച്ചു. അപ്പോഴേക്കും ദ്വാരകയെ സമുദ്രം വിഴുങ്ങിക്കഴിഞ്ഞു. എങ്കിലും ബൃഹസ്പതി തന്റെ ശിഷ്യോത്തമനായ വായുവിന്റെ സഹായത്തോടെ വിഗ്രഹം അലമാരകളിൽ നിന്നും വീണ്ടെടുത്തു. പിന്നീട് ഈ പവിത്ര വിഗ്രഹം എവിടെ സ്ഥാപിക്കേണ്ടു എന്ന് പാരാകെ അന്വേഷണം തുടങ്ങി. അങ്ങനെ അവർ ഭാർഗവ ക്ഷേത്രമായ കേരളത്തിലെത്തി. സ്വർണപത്മം വിരിഞ്ഞുല്ലസിച്ചിടുന്ന സ്വർഗഹംസം കുളിച്ചീരനുണക്കുന്ന ദേവാദിദേവകൾ സ്നാനത്തിനാശിക്കും പുണ്യപുരാതന പത്മതീർത്ഥം. സ്വർണപത്മം വിരിഞ്ഞുല്ലസിച്ചിടുന്ന സ്വർഗഹംസം കുളിച്ചീരനുണക്കുന്ന ദേവാദിദേവകൾ സ്നാനത്തിനാശിക്കും പുണ്യപുരാതന പത്മതീർത്ഥം. ദിവ്യചേതനെ തൊട്ടു നിർത്തുന്ന ആ മനോഹര സരസിന്റെ കരയിൽ വായുഭഗവാനും ദേവഗുരുവും എത്തിച്ചേർന്നു. അപ്പോൾ പവിത്രവും പരിപാവനവുമായ ആ ദിവ്യതീർത്ഥത്തിൽ നീരാടുന്ന ശ്രീ പരമേശ്വരനെ കണ്ട് ദേവഗുരുവും വായുവും സാഷ്ടാംഗം പ്രണാമം ചെയ്തു. ദിവ്യദൃഷ്ടി കൊണ്ട് അവരുടെ ഇംഗിതം മനസ്സിലാക്കിയ പരമശിവൻ തീർത്ഥത്തിന് തെക്കുവശത്തായുള്ള പുണ്യസ്ഥലത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ചു കൊള്ളുവാൻ നിർദ്ദേശിച്ചു. ദേവാദിദേവകളെ സാക്ഷി നിർത്തി ഗുരുവും വായുവും ചേർന്ന് ആ പുണ്യകർമ്മം നിർവഹിച്ചു. അതോടെ ഈ പുണ്യസ്ഥലത്തിനും ക്ഷേത്രത്തിനും ഗുരുവായൂർ എന്ന പേർ സിദ്ധിച്ചു. ദേവശില്പിയായ വിശ്വകർമാവാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചത്. ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ പാതാളാന്തര ശില കൊണ്ടാകുന്നു വിഗ്രഹം നിർമ്മിച്ചത്.
ഈ ദിവ്യകഥ കേട്ട് ഭക്തി പരവശനായ ജനമേജ്യൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് വിധിയാവണ്ണം ഭജനം തുടങ്ങി. പരമാനന്ദം നൽകും ഗുരുവായൂരപ്പന്റെ തിരുനാമം എത്രയും പുണ്യപ്രദം. അഴലേറുമിഹലോക ജീവിത ദുരിതത്തിൽ തവനാമം എത്രയും മോക്ഷപ്രദം. പരമാനന്ദം നൽകും ഗുരുവായൂരപ്പന്റെ തിരുനാമം എത്രയും പുണ്യപ്രദം. അഴലേറുമിഹലോക ജീവിത ദുരിതത്തിൽ തവനാമം എത്രയും മോക്ഷപ്രദം. അത്രേയ മഹർഷിയുടെ ഉപദേശപ്രകാരം ജനമേജയ രാജാവ് നിത്യവും 12 ദർശനവും 3 പ്രാവശ്യം എഴുന്നള്ളത്തോടൊത്ത് പ്രദക്ഷിണവും തൃപ്പുക ചാർത്തലം കണ്ട് തൊഴുത് 40 നാൾ ഭജനം നടത്തി. ഒടുവിലത്തെ ദിവസം രാത്രി ഓടക്കുഴൽ വിളി കേട്ടു, കൈവളക്കൂട്ടം ചിലച്ചു, കാൽത്തളത്താളം പിടിച്ചു, പീതാംബരം മെല്ലെ ഉലഞ്ഞു. താമസമെന്തിനു കണ്ണൻ തൃക്കരം കൊണ്ടും ഒഴിഞ്ഞു. സ്വപ്നത്തിൽ ആരോ തന്റെ ദേഹത്ത് സ്പർശിച്ചതായി തോന്നിയ രാജാവ് ഞെട്ടിയെഴുന്നേറ്റു. എന്തത്ഭുതം! വ്രണങ്ങളെല്ലാം മാഞ്ഞ് ശരീരം സ്വർണവർണ്ണമായിരിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ! ജനമേജ്യൻ ശ്രീകൃഷ്ണ ഭക്തിയുടെ പരമാനന്ദ നിർവൃതിയിൽ നൃത്തമാടി. ഗുരുവായൂരപ്പന് മനസ്സാകുന്ന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് സ്വന്തം രാജധാനിയിലേക്ക് പോയി. പരമകാരുണ്യവാനായ ശ്രീ ഗുരുവായൂരപ്പന്റെ ഭക്തി മാഹാത്മ്യ ലഹരിയിൽ ഇവിടുത്തെ ഓരോ ദിവസവും ഉത്സവ പ്രതീതിയുടേതാകുന്നു. ഹരിനാമ കീർത്തനങ്ങളും ജ്ഞാനപ്പാനയും നാരായണീയവും മനവും തനുവും കവരുന്ന ധന്യമുഹൂർത്തങ്ങൾ. വൃശ്ചിക മാസത്തിലെ ഒരു സായം സന്ധ്യ, ദീപാരാധനയ്ക്ക് നട തുറന്ന സമയം. സുഗന്ധ പുണ്യാഹാദികളുടെ പരിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ഗുരുവായൂർ ക്ഷേത്രം. സർവചരാചരങ്ങളും ഭക്തവത്സലനായ നാരായണന്റെ പാദപത്മങ്ങളിൽ വീണ് നമസ്കരിക്കുന്ന ധന്യമുഹൂർത്തം. പെട്ടെന്നതാ കിഴക്ക് നടയുടെ അരികിലായി ഒരു ബ്രാഹ്മണൻ നിൽക്കുന്നു. കാണുമ്പോൾ എല്ലാം തികഞ്ഞ മനുഷ്യൻ. പക്ഷേ കയ്യിൽ ഒരു നുവടി, കക്ഷത്തിൽ ഭാണ്ഡം, അയ്യോ നടക്കവേ വീഴുന്നു പാവം. വാദമാണത്രേ തളർന്ന ശരീരമായി, കാതങ്ങൾ താണ്ടി വരുന്നു മഹാരഥൻ. നാരായണൻ എന്ന നാമം അവനുണ്ട്, നാരായണ മന്ത്രം ചുണ്ടിലുണ്ട്. നാരായണൻ എന്ന നാമം അവനുണ്ട്, നാരായണ നാമം ചുണ്ടിലുണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. വാതരോഗം മൂർച്ഛിച്ചതിനാൽ ശ്രീ ഗുരുവായൂരപ്പനെ ഭജിക്കാൻ എത്തിയതാണ്. ഭക്തി കൊണ്ടോ വേദന കൊണ്ടോ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് അദ്ദേഹം കണ്ണീരോട് പ്രാർത്ഥിച്ചു. കേശവ മാധവ ശ്രീമുകുന്ദ ശ്രീവാസുദേവ മുരളീധര. കേശവ മാധവ ശ്രീമുകുന്ദ
കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. രോഗശമനത്തിന് മീൻ തൊട്ടുകൂട്ടുക. തുഞ്ചത്താചാര്യന്റെ ഈ ഉപദേശം കേട്ട് ഭട്ടതിരിയുടെ അനുവായി ഞെട്ടിയെങ്കിലും ഉള്ളർത്ഥം മനസ്സിലാക്കിയ മേൽപ്പത്തൂർ മത്സ്യാവതാരം തൊട്ട് ഭഗവാന്റെ ലീലകൾ വർണ്ണിച്ചെഴുതാൻ തുടങ്ങി. ഓരോ ദിവസം ഓരോ ദശകം വീതമെഴുതി കാലം കടന്നുപോയി. പക്ഷേ രോഗം ശമിച്ചില്ല കേൾക്ക നിങ്ങൾ, പാവം പട്ടേരിക്ക് ദുഃഖമേറി. നാരായണീയത്തെ ചിന്തിച്ചു നിന്നിട്ടും നാരായണൻ എന്തിനിത്ര കോപം, ആദിയും വ്യാധിയും തീർത്തു തന്നിടുന്നൊരാനന്ദ കണ്ണാനി കേട്ടിടണം. ഭജിച്ചും പ്രാർത്ഥിച്ചും ഒരു സുഖവുമില്ലാതെ പോകവേ ഒരു ദിവസം മേൽപ്പത്തൂർ തന്റെ രചനക്കിടയിൽ ദുഃഖപൂർവം ഹേ പ്രഹ്ലാദപ്രിയ എന്നുറക്ക വിളിച്ചു. പെട്ടെന്ന് ശ്രീകോവിലിനകത്തു നിന്ന് ഒരശരീരി ഉണ്ടായി. എന്താ ഭട്ടതിരി, ഞാൻ പ്രഹ്ലാദപ്രിയനോ അതോ ഭക്തപ്രിയനോ? ഭഗവാനെ, അങ്ങ് ഭക്തപ്രിയനാണെങ്കിൽ പാദരോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എനിക്കെന്തേ അങ്ങ് ആശ്വാസം തരുന്നില്ല? എന്റെ രോഗം മാറില്ലേ കൃഷ്ണ? ഭട്ടതിരി തിരിച്ചു ചോദിച്ചതും ആ മഹാത്ഭുതം സംഭവിച്ചതും ഒന്നിച്ചായിരുന്നു. വേദന പാടേ അകന്നു, വാദവ്യാധികൾ താനേ ഒഴിഞ്ഞു. ഭക്തപ്രിയനെ നമിച്ചു കൃഷ്ണ കീർത്തനം പാടി സ്തുതിച്ചു. കൃഷ്ണ കീർത്തനം പാടി സ്തുതിച്ചു. വേണുഗോപാല മുകുന്ദ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. വേണുഗോപാല മുകുന്ദ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. തന്നെ ഇന്നോളം ഗ്രസിച്ച വാതരോഗമെല്ലാം നിശേഷം ഭേദമായത് കണ്ട് മേൽപ്പത്തൂർ ആനന്ദാതിരേകത്താൽ ഭഗവാനെ ഭക്തപ്രിയ എന്ന് വിളിച്ച് 3 പ്രദക്ഷിണം ചെയ്ത് ഭക്തി സായൂജ്യത്തിൽ അറാടി. നിർമ്മല ഭക്തിയോടെ നാമസങ്കീർത്തനം ചെയ്ത് ഭജിച്ചത് മൂലം ഭഗവാൻ അതീവ സന്തുഷ്ടനായി അനുഗ്രഹിച്ചു. മേൽപ്പത്തൂർ ആയുരാരോഗ്യ സൗഖ്യം നേടി. ഇഹത്തിലും പരത്തിലും സുഖവും ശാന്തിയും ലഭിക്കാൻ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന നാമമല്ലാതെ മറ്റൊന്നുമില്ല. ആ ഭഗവത് പാതാരവിന്ദങ്ങളിൽ വീണടിഞ്ഞ് മോക്ഷം നേടിയ മഹാനുഭാവർ എത്രയെത്ര. അത്തരം ഒരു കറകളഞ്ഞ ശ്രീകൃഷ്ണ ഭക്തിയുടെ ഒരു കഥയിതാ. മലയാള ഭാഷതൻ മാധുര്യമത്രയും മരതക വർണ്ണനിൽ ചാർത്തി. നിത്യമനോജ്ഞമാം കണ്ണന്റെ ചുണ്ടിലെ തൂമന്ദഹാസം മുകർന്നും. തൃപ്പാദബോരോദിലാത്മീയ സായൂജ്യ നിർവൃതി മഞ്ചം വിരിച്ചും. പാരപ്പുഴറുമീ സംസാര സാഗരത്തീരം കടക്കുമീ പാവം. മേൽപ്പത്തൂരിന്റെ സമകാലികനും ശ്രീ ഗുരുവായൂരപ്പനെ ഭജിച്ച് പ്രത്യക്ഷപ്പെടുത്തിയതുമായ മറ്റൊരു ഭാഗവതാഢ്യനാണ് പൂന്താനം നമ്പൂതിരി. വള്ളുവനാട് അങ്ങാടിപ്പുറത്ത് തിരുമാണ്ടാംകുന്നിനടുത്താണ് നമ്പൂതിരിയുടെ ഇല്ലം. മേൽപ്പത്തൂരിനെ പോലെ പണ്ഡിതനൊന്നുമല്ലായിരുന്നുവെങ്കിലും മലയാള ഭാഷയുടെ മാധുര്യം കവർന്നെടുത്ത് ഭക്തകവിയായിരുന്നു പൂന്താനം. അന്നൊരിക്കൽ പൂന്താനത്തിന്റെ ഏക സന്താനമായ ഉണ്ണിയുടെ ചോറൂൺ ദിവസം ക്ഷണിക്കപ്പെട്ട ബന്ധുക്കൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇല്ലത്തെങ്ങും തിക്കും തിരക്കും.
അന്തർജനം ഉണ്ണിയെ അണിയിച്ചൊരുക്കുകയാണ്. ചന്ദനം തൊട്ടുകൂറി വര ചുണ്ണിക്ക് കൈവള കാൽത്തള പാദസരം പൊന്നരഞ്ഞാണമാടിച്ചവനിന്നോടുവാൻ പൊൻകര പാവുമുണ്ട്. കണ്ണനെ പോലൊരു പിരിക്കിരീടവും ചൂടിച്ചു കയ്യിൽ മണിക്കുഴലും രാരീരം രാരീരം ചാഞ്ചക്ക പാടുന്നോരെന്നുണ്ണി പൊന്നുണ്ണി കണ്ണനുണ്ടി. ചോറൂണിലെത്തിയവർ ഉണ്ണിയെ മാറി മാറി ഉമ്മ വെച്ചു, കൊഞ്ചിച്ചു. തിരക്ക് വർദ്ധിച്ചു. ഇല്ലത്തിനകവും പുറവും ക്ഷണിക്കപ്പെട്ട അതിഥികളെ കൊണ്ട് നിറഞ്ഞു. പൂജ കഴിഞ്ഞു. ചോറൂണിന് മുഹൂർത്തമായി. ഉണ്ണിയെ കൊണ്ടുവരൂ. അന്തർജനം ഉണ്ണിയെ തിരഞ്ഞു. എവിടെ ഉണ്ണി? ആരുടെ കയ്യിലാണ് ഉണ്ണി? ഉണ്ണിയെ കൊഞ്ചിച്ചു കൊണ്ടിരുന്ന ഓരോ സ്ത്രീകളും കൈമലർത്തി. ഉറക്കം വന്ന ഉണ്ണിയെ ആ കട്ടിലിൽ കിടത്തിയിരുന്നു. ഒരന്തർജനം കട്ടിൽ ചൂണ്ടിക്കാട്ടി. എന്ത്? കട്ടിൽ നിറയെ അതിഥികൾ അഴിച്ചിട്ട് മേലാടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സംശയം പൂണ്ട് അവർ ആ മെത്തയിലെ വസ്ത്രങ്ങൾ ഓരോന്നായി വലിച്ചു താഴെയിട്ടു. ഒടുവിൽ ആ കാഴ്ച കണ്ട അന്തർജനം ബോധരഹിതയെ നിലംപതിച്ചു. ആളുകൾ ഓടിക്കൂടി. മെത്തയിൽ നിശ്ചലമായി കിടക്കുന്ന പൊന്നുണ്ണിയുടെ ജഡം കണ്ട് പൂന്താനം പൊട്ടിക്കരഞ്ഞു. എന്റെ കൃഷ്ണ, എനിക്ക് ഈ വിധി തന്നല്ലോ. പൂജാമുറിയിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ തരിച്ചിരുന്ന പൂന്താനത്തിന്റെ മനസ്സിൽ ഒരു ഉൾക്കാഴ്ച പോലെ ഭഗവാന്റെ തിരുരൂപം തെളിഞ്ഞു. പൂന്താനം, എന്തിനിങ്ങനെ ദുഃഖിക്കണം? കർമ്മഫലം എന്ന് കരുതിയാൽ മതി. ഇഹലോകവാസത്തിന്റെ അർത്ഥവും നിരർത്ഥവും ഒന്നൊന്നായി നീ അറിയുകയാണ്. ഒരു ഉണ്ണിയല്ലേ പോയുള്ളൂ. നിന്റെ മനസ്സിൽ ഉണ്ണിക്കണ്ണനായി കളിച്ചു നടക്കാൻ എനിക്കിഷ്ടമാണ് പൂന്താനം. കൃഷ്ണ, ഗുരുവായൂരപ്പ. ഉണ്ണിയായി വന്നു ചിരിച്ചു നിന്നു കൊലക്കുഴലാലടിച്ചു കണ്ണൻ. പാത്തു പതുങ്ങി നടക്കും കള്ളൻ വെണ്ണകളോരോ നേടുത്തു തിന്നു. തല്ലുകൊള്ളും മണിക്കുഞ്ഞേ എന്നോ ചൊല്ലുന്ന നേരം ചിരിക്കും, ചൊല്ലുന്ന നേരം ചിരിക്കും. ഓടിച്ചാടി വികൃതികൾ കാട്ടി രസിക്കുന്ന അമ്പാടി മണിക്കുഞ്ഞായി തന്റെ മനസ്സിൽ കളിയാടുന്ന കണ്ണനെ മകനായി സങ്കല്പിച്ച് പൂന്താനം തന്റെ തൂലിക കയ്യിലെടുത്തു. മനുഷ്യ ജീവിതത്തിന്റെ താത്വികവും ആത്മീയവുമായ ദർശനങ്ങൾ സ്വരൂപൂട്ടി അദ്ദേഹം എഴുതി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ജീവിതത്തോട് വിരക്തി തോന്നി തീ തിന്ന പൂന്താനത്തിന്റെ ഹൃദയത്തിലൂടെ ജ്ഞാനപ്പാനയൊഴുകി. ശ്രീ ഗുരുവായൂരപ്പനിൽ ആശ്വാസവും അഭയവും ആനന്ദവും കണ്ടു. ഗുരുവായൂർ അമ്പലത്തിൽ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഏറെയുണ്ട്. ചിങ്ങമാസത്തിലാണ് അഷ്ടമി രോഹിണി, എങ്ങുമേ ഉത്സവ പൂരം. വൃശ്ചിക കുളിരിൽ
ജപങ്ങൾ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. കുംഭമാസത്തിലെ പൂയം നാളിൽ ഉത്സവ കൊടിയേറ്റമേളം. വൈശാഖ മാസത്തിൽ പുണ്യനാളായി രാമജയന്തിതൻ ഘോഷം. ബലരാമ ജയന്തിതൻ ഘോഷം. ഇങ്ങനെ ഓരോരോ ഉത്സവങ്ങൾ കൊണ്ട് മുഖരിതമാണ് ഇവിടുത്തെ ഓരോ മാസങ്ങളും. ഭഗവത് ദർശനവും ഭഗവത് പാരായണവും മോക്ഷമാർഗത്തിനുള്ള വഴികൾ കൂടിയാണ്. നിറഞ്ഞ മനസ്സുമായി നിർമ്മല ഹൃദയവുമായി ശ്രീ ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ ഏത് വിഷമസന്ധിയിലും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പണ്ട് പൂന്താനത്തിന് ലഭിച്ചതും ഇത് തന്നെയായിരുന്നു. സന്താന ഗോപാലം പാന എഴുതി വരവേ വൈകുണ്ഠം എങ്ങനെ വർണ്ണിക്കേണ്ടു എന്ന വിചാരവുമായി പൂന്താനം ഉറങ്ങാൻ കിടന്നു. ഭഗവാൻ സ്വപ്നരൂപേണ വൈകുണ്ഠം കാണിച്ചു കൊടുത്തതായി ഐതിഹ്യം. ശ്രീ ഗുരുവായൂരപ്പൻ പൂന്താനത്തോട് കാണിച്ച അനുഗ്രഹ വാത്സല്യങ്ങളെ കുറിച്ച് പല ഐതിഹ്യങ്ങളും പറഞ്ഞു വരുന്നു. അന്നൊക്കെ ഗുരുവായൂരെ ആഢ്യ ബ്രാഹ്മണന്മാർ ആഭിജാത്യക്കുറവ് ആരോപിച്ച് പൂന്താനം നമ്പൂതിരെ പലപ്പോഴും താഴ്ത്തിക്കെട്ടി രസിക്കാറുണ്ടായിരുന്നു. സംസ്കൃതത്തിൽ വലിയ പിടിപാടുണ്ടായിരുന്നില്ല എങ്കിലും പൂന്താനം ഭാഗവതം വായിച്ച് അർത്ഥം പറയാറുണ്ടായിരുന്നു. അന്നൊരു നാൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ പാരായണം നടക്കുന്നു. പൂന്താനത്തെ കണ്ടപ്പോൾ ബ്രാഹ്മണർ പരിഹാസപൂർവ്വം പലതും പറഞ്ഞു തുടങ്ങി. കൂട്ടത്തിൽ ഒരു വിദ്വാൻ എഴുന്നേറ്റ് ഉറക്കെ ചോദിച്ചു, ആരാണ് ഇന്നിവിടെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത്? അടിയൻ പൂന്താനം നമ്പൂതിരി. താനോ? ശിക്ഷ ശിക്ഷ! താൻ എന്തു കോപ്പ് കൂട്ടിയാ ഇതിന് പുറപ്പെട്ടിരിക്കണത്? സംസ്കൃതം നമ്പൂരിക്ക് വല്ല പിടിപാടുണ്ടോ? അത് ഇപ്പൊ നന്നായത്. താൻ ഒരു അര കവിയല്ലടോ. അടിയന് അല്പസ്വല്പം വിൽപ്പത്തിയോടെ സംസ്കൃതം വായിക്കാൻ അറിയാം. തിരുമേനിയെ പണ്ഡിത വരേണ്യരായി ഞങ്ങൾ കാലത്തോട്ട് നമസ്കരിക്കാം. അല്പസ്വല്പം സംസ്കൃതം പിടിപാടുള്ള ആളല്ലേ? എന്താ? ക്രൂരമായ പരിഹാസ ശരങ്ങൾക്കിടയിൽ പൂന്താനം വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്തു തുടങ്ങി. ഓം നമോ നാരായണ ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. അപ്പോൾ നാവിലുദിക്കുന്ന തരത്തിലായിരുന്നു പൂന്താനത്തിന്റെ വ്യാഖ്യാനം. അനാദിനിധനോ ദാദാ വിധാതാ ധാതുരുത്തമ അപ്രമേയോ ഹൃഷികേശ പത്മനാഭോ മരപ്രഭു. നിർത്തുക. പൂന്താനം താൻ അങ്ങോട്ട് ചൊല്ലിയത് സാക്ഷാൽ വിഷ്ണു ഭഗവാനെ മരപ്രഭു എന്ന് ആക്ഷേപിക്കോ? ഹേ വിഡ്ഢി നമ്പൂരി, ഇങ്ങോട്ട് നോക്കുക. മരപ്രഭു അല്ല, അമരപ്രഭു. അതായത് ദേവന്മാരുടെയും പ്രഭു എന്നർത്ഥം. മനസ്സിലായോ? എല്ലാം അറിയുന്ന കണ്ണ എനിക്കെല്ലാം എല്ലാമായ കണ്ണ അഞ്ജലി കൂപ്പി നമിക്കാം തിരുവമ്പാടി കണ്ണാമുകുന്ദ മായാമരതക രൂപാ കൃഷ്ണ സച്ചിദാനന്ദ മുരാരേ. മായാമരതക രൂപാ കൃഷ്ണ സച്ചിദാനന്ദ മുരാരേ. മേൽപ്പത്തൂരിനും പൂന്താനത്തിനും പ്രത്യക്ഷീഭവിച്ച പരബ്രഹ്മമൂർത്തിയുടെ അത്ഭുത ലീലാവിലാസങ്ങൾ പറയാൻ എളുതല്ല. കേരള ചരിത്രത്തിന്റെ ഗതിമാറ്റിയ സംഭവമായിരുന്നു ടിപ്പു സുൽത്താന്റെ പടയോട്ടകാലം. അതാ ഓടിക്കിതച്ചുകൊണ്ട് ഒരാൾ സാമൂതിരി കോവിലകത്തിന്റെ പടിപ്പുര കടന്നു വരികയാണ്. അയാൾ
മല്ലിശ്ശേരി രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും എത്തിയ ദൂതനാണ്. കയ്യിൽ ഒരു നീട്ടുണ്ട്. സാമൂതിരി നീട്ട് വാങ്ങി വായിച്ചു. ഗുരുവായൂർ ക്ഷേത്രം വക തന്ത്രിയുടെ ഓലക്കുറിപ്പ്. മൈസൂർ രാജാവായ ടിപ്പു സുൽത്താൻ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിച്ച് കൊച്ചി ശീമ തുടങ്ങിയ സ്ഥലങ്ങൾ തന്റെ പടയുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ടും പുറപ്പെടാൻ തരമുണ്ട്. ക്ഷേത്രത്തിനോ വിഗ്രഹത്തിനോ വല്ലതും പറ്റുമോ എന്ന് അടിയൻ ഭയപ്പെടുന്നു. അന്തിമ തീരുമാനം തിരുമനസിന് വിട്ടു തന്നിരിക്കുന്നു. നീട്ടുവായിച്ച സാമൂതിരി ചിന്താധീനനായി. ടിപ്പുവിന്റെ സൈന്യം ആക്രമിച്ച് മുന്നേറുന്നുണ്ടെന്ന് ദൂതന്മാരിൽ നിന്നും സന്ദേശം കിട്ടി. ഗുരുവായൂരപ്പന്റെ വിഗ്രഹം സുരക്ഷിത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം. ഇതുപോലൊരു വിഗ്രഹം നശിപ്പിച്ചാൽ പിന്നെ എവിടെ കിട്ടാനാണ് എന്നായി സാമൂതിരിയുടെ ചിന്ത. തിരുവിതാംകൂർ രാജാവിന്റെ അനുമതിയോടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ സമീപത്ത് പ്രതിഷ്ഠിക്കാനായി വിഗ്രഹമെടുത്ത് വിശ്വസ്തനായ ഒരു നമ്പൂതിരിയുടെ കയ്യിൽ കൊടുത്തയച്ചു. അങ്ങനെ പരമരഹസ്യമായി ശ്രീകൃഷ്ണ വിഗ്രഹവും എടുത്ത് നമ്പൂതിരി പുറപ്പെട്ടു. ശ്രീകൃഷ്ണ ഭഗവാനെ അകത്തും പുറത്തും വഹിച്ചുകൊണ്ടുള്ള ദീർഘയാത്ര. ഭയാശങ്കകൾ നമ്പൂതിരിക്കില്ലാതില്ല. പക്ഷേ സാക്ഷാൽ ഭഗവാൻ കൂടെയുള്ളപ്പോൾ എന്തിനു ഭയക്കണം? ഗുരുവായൂരിൽ നിന്ന് ഏറെ നാഴിക അകലെയിൽ അമ്പലപ്പുഴ എത്തണമെങ്കിൽ ദിവസങ്ങൾ തന്നെ വേണ്ടിവരും. നേരം ഉച്ചയായി. പൊള്ളുന്ന ചൂട്. നമ്പൂതിരിക്ക് വിശപ്പും ദാഹവുമുണ്ട്. ഒരു വൃക്ഷച്ചോട്ടിലിരുന്ന് അദ്ദേഹം അവലും മലരും ഭക്ഷിച്ചു. യാത്രാക്ഷീണം കൊണ്ട് അല്പമൊന്ന് മയങ്ങിപ്പോയി. അപ്പോൾ പാലൊത്ത പുഞ്ചിരി തൂകി ചേലൊത്ത നർത്തനമാടി കോലക്കുഴലുമായോടിയൊരു ബാലഗോപാലനെ കണ്ടു. പാലൊത്ത പുഞ്ചിരി തൂകി ചേലൊത്ത നർത്തനമാടി കോലക്കുഴലുമായോടിയൊരു ബാലഗോപാലനെ കണ്ടു. ബാലഗോപാലനെ കണ്ടു. കൺമുന്നിൽ വന്ന് പുഞ്ചിരി തൂകുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഭക്ത, ഇങ്ങനെ ഉറങ്ങിയാലോ? നമുക്ക് വേഗം അവിടെ എത്തണ്ടേ? ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന നമ്പൂതിരി ചുറ്റും നോക്കി. ഇല്ല, ആരുമില്ല. ഭഗവാൻ കൃഷ്ണൻ തോന്നിച്ചതാകണം. ഇനിയും കുറെ ദൂരം താണ്ടിയാലേ അമ്പലപ്പുഴ എത്തുകയുള്ളൂ. നമ്പൂതിരി വിഗ്രഹവും എടുത്ത് വീണ്ടും യാത്ര തുടർന്നു. നടന്നു നടന്ന് രാത്രിയായി. പെട്ടെന്ന് നമ്പൂതിരി ഞെട്ടി പിന്തിരിഞ്ഞു. പൊട്ടിച്ചിരികളും അട്ടഹാസങ്ങളും കത്തുന്ന പന്തവും തീക്കുന്തവും മിന്നിമറയുന്നു കൺമുന്നിലയ്യോ കേൾക്കുന്ന അലർച്ച കൊലവിളിയും. അല്പം മുന്നിലായി അതാ ആക്രമണോത്സുകരായ കുറെ ഭീകരന്മാർ നിൽക്കുന്നു. അവർ തന്നെ കണ്ടെന്ന് തോന്നുന്നു. നമ്പൂതിരി വിഗ്രഹവുമായി തിരിഞ്ഞോടി. ഭയസംക്രമത്താൽ കണ്ണു കാണാൻ വയ്യെങ്കിലും വഴി ഏതെന്ന് നിശ്ചയമില്ലാത്ത ഓട്ടമായിരുന്നു. കാടും മേടും കടന്ന് അദ്ദേഹം പ്രശാന്ത സുന്ദരമായൊരു ഗ്രാമത്തിലെത്തി. കളകളം പാടിയും കഥകൾ പറഞ്ഞു തരുമൊരു ഗ്രാമം, പുഴയൊഴുകിയിടുന്ന പുണ്യഗ്രാമം, കുളിരിളം തെന്നലും കതിരണി പൂക്കളും മണിവീണമീട്ടുന്ന സ്നേഹതീരം. കളകളം പാടിയും കഥകൾ പറഞ്ഞു തരുമൊരു ഗ്രാമം,
ഇനി എങ്ങോട്ട് പോകും? എങ്ങനെ അമ്പലപ്പുഴ എത്തും? അപ്പോഴാണ് ഒരു വൃദ്ധ ബ്രാഹ്മണൻ ആ വഴി വന്നത്. അയാൾ നെറ്റിയിൽ കൈ അണച്ചു പിടിച്ച് നമ്പൂതിരി ശ്രദ്ധിച്ചു നോക്കി. ആരാ? എവിടുന്ന? അയാളുടെ പരിചിത ഭാവം നമ്പൂതിരിക്ക് ആശ്വാസം പകർന്നു. നോ, അല്പം ദൂരെ നിന്നാണേ. ഗുരുവായൂർന്ന് കേട്ടിരിക്കുമല്ലോ. ഓ, പിന്നെന്താ? നാ അവിടുന്ന് വരിക. അമ്പലപ്പുഴ വരെ പോകണം. വഴിക്ക് കുറെ കള്ളന്മാരെ കണ്ട് ഇതുവഴി ഓടിയതാണ്. തിരിച്ചു പോകാൻ വഴി നിശ്ചയില്ല. പെട്ടെന്ന് അങ്ങോട്ട് പോകാനുള്ള ശക്തിയില്ല. ഇനിയും ദൂരമേറെ യാത്ര ചെയ്യണല്ലോ. അങ്ങ് വിചാരിച്ച തല ചായ്ക്കാൻ ഒരിടം കിട്ടൂലേ? ശിവ ശിവ, എന്താ അപ്പൊ കേക്കണേ? യാത്ര എങ്ങെടുക്കുന്നാ പറഞ്ഞത്? അമ്പലപ്പുഴയിലേക്ക്. അല്ലേ, ഈ പുഴയൊന്നങ്ങള് കടന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രമായി. പുഴ കടന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തിന്നോ? ഇതെന്ത് മായ? നോ, ഇന്ന് അങ്ങോട്ട് പുറപ്പെട്ടതല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തായി പറയണേ? ആ ബ്രാഹ്മണൻ എവിടെ? അയാളെ കാണാനില്ലായിരുന്നു. നമ്പൂതിരിയുടെ നെഞ്ചു പൊട്ടിക്കരഞ്ഞു. എന്റെ ഗുരുവായൂരപ്പാ ഭഗവാനെ! ഭക്തിയുടെ ആനന്ദ നിർവൃതിയിൽ ആറാടി നമ്പൂതിരി ഉടൻ തന്നെ പുഴ കടന്ന് അമ്പലപ്പുഴയിലെത്തി ആചാരപൂർവം വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു. എന്നാൽ ഈ സമയത്ത് ഗുരുവായൂർ വിശേഷമോ? ആക്രമണ സന്നദ്ധനായി വന്ന ടിപ്പു സുൽത്താൻ തന്റെ സൈന്യത്തെ വിന്യസിച്ചു കഴിഞ്ഞു. അവർ ആജ്ഞയ്ക്കായി കാത്തു നിൽക്കുന്നു. സുൽത്താൻ ഒന്ന് കണ്ണടച്ചു തുറന്നു. പെട്ടെന്നാണ് അത്ഭുതകരമായ ആ കാഴ്ച അദ്ദേഹം കണ്ടത്. കത്തുന്നൊരഗ്നിതൻ ഗോളമായി നാളമായി പെട്ടെന്നടുത്തൊരു ദിവ്യചക്രം ഞെട്ടിത്തടുത്തു പിടഞ്ഞെഴുന്നേൽക്കുന്നു. വെട്ടാനടുക്കുന്നു ടിപ്പു സുൽത്താൻ. ചക്രം കറങ്ങി കറങ്ങി വന്നിടുന്നു. ഇതാരുടെ തന്ത്രം? നടുങ്ങി സുൽത്താൻ. തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ചക്രത്തെ വെട്ടിമുറിക്കാൻ സുൽത്താൻ സൈന്യത്തോട് ആജ്ഞാപിച്ചു. പക്ഷെ എവിടെ ചക്രം? എന്ത് ചക്രം? ആർക്കും ചക്രത്തെ കണ്ടുകൂടാ. സുൽത്താൻ ആകെ ചിന്താകുലനായി. ഊണിലും ഉറക്കിലും ചക്രം പിന്തുടരുന്നു. തന്റെ വിശ്വസ്തരിൽ നിന്നും മഹാവിഷ്ണുവിന്റെ ദിവ്യചക്രമാണ് തന്നെ പിന്തുടരുന്നെന്ന് മനസ്സിലാക്കി ഭയാക്രാന്തനായ സുൽത്താൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു നുള്ളു മണ്ണ് താൻ വീഴ്ത്തില്ലെന്ന് ശപഥം ചെയ്തു പിന്തിരിഞ്ഞു. അങ്ങനെ 2 വർഷക്കാലം ഗുരുവായൂർ കൃഷ്ണൻ അമ്പലപ്പുഴയിൽ വസിച്ച ശേഷം വീണ്ടും തിരിച്ചു വരികയാണുണ്ടായത്. തന്റെ ആശ്രിതരായ ഭക്തന്മാരെ വിപൽ സന്ധികളിൽ നിന്നും ശ്രീ ഗുരുവായൂരപ്പൻ രക്ഷിക്കുന്നു. എന്നാൽ പാണ്ഡിത്യവും അഹങ്കാരവും കൊണ്ട് ഞാൻ എന്ന ഭാവം കാട്ടുന്നവരെ തന്റെ കോലക്കുഴൽ കൊണ്ട് തെല്ലെന്ന് വേദനിപ്പിക്കാറുമുണ്ട്. പരമഭക്തനായ പൂന്താനം നമ്പൂതിരി തന്റെ സന്താന ഗോപാലൻ കൃതി എഴുതി തീർത്തു. മുഴുമിച്ചു തീർന്നൊരി ഭാഷാകൃതിയാരും പിഴ തീർക്കുമെന്നയാൾ സംശയിച്ചു. പലരെയും ചിന്തിച്ചു ചിന്തിച്ചു നോക്കവേ പഴുതായിട്ടൊന്നുമേ കണ്ടതില്ല. ആരെയാണ് ഈ കൃതിയൊന്ന് കാണിച്ച് പിഴ തീർക്കേണ്ടത്? പൂന്താനം ചിന്തിച്ചിരിക്കുമ്പോഴാണ് ആ കാലഘട്ടത്തിലെ പ്രശസ്ത പണ്ഡിതനായ മേൽപ്പത്തൂരിന്റെ പേരും പെരുമയും അറിയാനിടയായത്. ഒന്ന് ശ്രമിക്കാം, പോരെങ്കിൽ കറകളഞ്ഞ കൃഷ്ണഭക്തനും തിരസ്കരിക്കൊന്നുമില്ല. പൂന്താനം തന്റെ സന്താന ഗോപാലം കൃതിയുമായി
മേൽപ്പത്തൂരിന്റെ ഇല്ലത്തെത്തി. ഭട്ടതിരിപ്പാട് പൂന്താനത്തെ അടിമുടിയൊന്ന് നോക്കി. ആരിത്, പൂന്താനമോ? വരാ, എന്തേ ഇപ്പോ കവിതയൊന്നും? ഉവ്, ഒന്നങ്ങടെ എഴുതിയിട്ടുണ്ട്. ഏത് കഥ? സന്താന ഗോപാലം. സംസ്കൃതം പൂന്താനത്തിന് അത്ര അങ്ങോട്ട് ഉറച്ചോ? അടിയൻ മലയാള ഭാഷയിലാണ് കാവ്യം എഴുതിയത്. ശിക്ഷ ശിക്ഷ, മലയാളത്തിലോ? ഇത്രയും മഹത്തായൊരു കഥ സംസ്കൃതത്തിൽ എഴുതാതെ മലയാളത്തിൽ എഴുതി താൻ അതിന്റെ എന്താ പറയാ, ഗാംഭീര്യമോ മഹത്വമോ ഒക്കെ കുറച്ചുല്ലോ. ഭഗവാൻ ക്ഷമിക്കൂ നമ്പൂരി. ഭട്ടതിരി ക്ഷമിക്കണം. മലയാളത്തിൽ എഴുതിയ സാധാരണക്കാർക്കത് ശിക്ഷ ശിക്ഷ. താൻ ഒരു ശുഭനാണോ? ഇങ്ങനെ നോക്കുക. ഇയാൾക്ക് വിഭക്തി എന്ന് പറഞ്ഞാ വല്ലോ അറിയോ? അടിയൻ എഴുതിയ ഈ മലയാളം കൃതി ഭട്ടതിരിപ്പാട് വായിച്ച് പിഴകളൊക്കെ തീർത്തു തരണം. ഈ വക കാര്യം പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരരുത്. തന്റെ കാവ്യത്തെ മേൽപ്പത്തൂർ പുച്ഛിച്ച് തള്ളിയതോർത്ത് പൂന്താനൻ ദുഃഖിതനായി. കൃഷ്ണ ഭഗവാനെ, എനിക്ക് ഈ ഗതി വന്നല്ലോ. അന്ന് രാത്രി തന്റെ നിത്യമുള്ള ഭഗവത് പാരായണത്തിനു ശേഷം മേൽപ്പത്തൂർ ഭട്ടതിരി ഉറങ്ങാൻ കിടന്നു. അപ്പോൾ കാൽപാദമൊക്കെ തരിച്ചിടുന്നു, കൈമെയ്കളൊക്കെ വിറച്ചിടുന്നു. എന്റെ കൃഷ്ണ, ഇതെന്തൊരു പരീക്ഷണം! നീ നമ്മ കൈവിട്ടോ കൃഷ്ണ. പണ്ടേശമേച്ചുരാ വാതരോഗം വീണ്ടും എന്നെ വലയ്ക്കുവാൻ വന്നുവെന്നോ, കൈ പൊക്കുവാൻ മേല കാലിന് കാൻ മേല കാണുന്നിയൽഭുതമെന്തു കൃഷ്ണ. വീണ്ടും വാതരോഗം മൂർച്ഛിച്ച് ഭട്ടതിരി പിടഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ ഭഗവാനെ തന്നെ വിളിച്ചു കേണു. അപ്പോൾ ഒരു മനോഹര ശബ്ദം തന്നെ പിന്തുടരുന്നതായി അദ്ദേഹത്തിന് തോന്നി. ഹേ ഭട്ടതിരി, പണ്ഡിതനെന്നും പാമരനെന്നുമുള്ള ഭേദം നമുക്കില്ലെന്നറിയുക. നിന്റെ വിഭക്തിയേക്കാൾ നമുക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണെന്നറിഞ്ഞാലും. അത് കേട്ട് ഭട്ടതിരി പൊട്ടിക്കരഞ്ഞു പോയി. കൃഷ്ണ, എന്റെ സമസ്താപരാധങ്ങളും ക്ഷമിച്ച് മാപ്പാക്കണം. എല്ലാം അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്. എന്നെ രക്ഷിക്കൂ കൃഷ്ണ. ആ ദിവ്യ ശബ്ദം വീണ്ടും കേട്ടു. കരയേണ്ട പരിഹാരമുണ്ടോ പണ്ഡിത, പോക നീ പൂന്താനം തൻ ഗൃഹത്തിൽ. പിഴ തീർക്ക വൈകാതെ ആ കാവ്യ പുഷ്പത്തെ കൈവരുമെങ്കിൽ നിനക്കു നന്ന്. താൻ ചെയ്ത അപരാധത്തിന് എന്ത് പരിഹാരവും ചെയ്യാൻ മേൽപ്പത്തൂർ സന്നദ്ധനായിരുന്നു. പിറ്റേന്ന് നേരം പുലർന്നില്ല. അതാ പൂന്താനം നമ്പൂതിരിയുടെ ഇല്ലത്തേക്ക് ഒരു മഞ്ചൽ കടന്നു വരുന്നു. കൃഷ്ണപൂജയെ നിമഗ്നനായിരുന്ന പൂന്താനം വേഗം എഴുന്നേറ്റ് ചെന്നു. മഞ്ചലിൽ നിന്ന് ഇറങ്ങി ഞൊണ്ടി ഞൊണ്ടി വരുന്നത് ആരാണ്? മേൽപ്പത്തൂർ ഭട്ടതിരി. പൂന്താനത്തെ കണ്ട് പൊട്ടിക്കരഞ്ഞ് കാൽക്കൽ നമസ്കരിക്കാൻ തുനിഞ്ഞ ഭട്ടതിരിയെ പൂന്താനം തടഞ്ഞു. അയ്യോ ഭട്ടതിരി, മഹാപണ്ഡിതനായ അങ്ങ് എന്താണ് ഈ കാട്ടുന്നത്? എഴുന്നേൽക്കൂ. ഇല്ല പൂന്താനം, നോ, അങ്ങേ അപമാനിച്ചു.
അങ്ങേ മാത്രമല്ല ഭഗവാൻ കൃഷ്ണനെയും ഈ പാപയോട് ക്ഷമിക്കണം, അല്ലെങ്കിൽ നോം നീറി മരിച്ചു പോകും. പൂന്താനം, അങ്ങയുടെ കാവ്യത്തിലെ പിഴകളെല്ലാം നോം തീർത്തു തരാം. പക്ഷേ നമ്മോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയണം. പൂന്താനം നിർനിമേഷനായി നോക്കി നിന്നു. മേൽപ്പത്തൂർ കാവ്യത്തിന്റെ പിഴകളെല്ലാം തീർത്തപ്പോൾ പൂന്താനത്തിന്റെ കണ്ണു നിറഞ്ഞു. അദ്ദേഹം ഭക്തിപൂർവം മേൽപ്പത്തൂരിന്റെ കരങ്ങൾ ഗ്രഹിച്ചു പൊട്ടിക്കരഞ്ഞു പോയി. ഇന്നേരം ശ്രീകൃഷ്ണ ഭഗവാൻ മേൽപ്പത്തൂരിനും പൂന്താനത്തിനും ദർശനമരുളുകയും ചെയ്തു. പൂന്താനത്ത് നമസ്കരിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ആരോഗ്യത്തോടെ മടങ്ങി. അകമഴിഞ്ഞ ഭക്തിയുടെ മുന്നിൽ നിലയും വിലയും ബഹുമതികളും രാജകീയ പ്രൗഢികളുമെല്ലാം നിഷ്പ്രഭങ്ങളായി മാറുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉത്തമ ഭക്തിയായ കുറൂറമ്മയുടെ കഥ നിങ്ങൾ കേട്ടാലും കുന്നിക്കുരുമാല കോർക്കുമമ്മ, ഉണ്ണിക്കണ്ണന് നിത്യവും ചാർത്തുമമ്മ. കേശാദിപാദമാ കാഞ്ചന വർണ്ണനെ നിത്യം ഭജിച്ചു സ്തുതിക്കുമമ്മ. ആരോരുമില്ലാത്തൊരന്ധയാമമ്മയ്ക്ക് കണ്ണിൻ വെളിച്ചമീ പൊന്നു കൃഷ്ണൻ, കണ്ണിൻ വെളിച്ചമീ പൊന്നു കൃഷ്ണൻ. കണ്ണ് കാണാൻ വയ്യാത്ത കുറൂറമ്മ ഉണ്ണിക്കണ്ണനുമായി മനസ്സുകൊണ്ട് അത്രമാത്രം അടുത്തിരുന്നു. ഒരിക്കൽ തന്റെ ഇല്ലത്തൊരു കൃഷ്ണപൂജ നടത്താൻ കുറൂറമ്മ അതിയായി ആഗ്രഹിച്ചു. പൂജാസമയത്ത് മന്ത്രശക്തി കൊണ്ട് സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിവുള്ള വില്യമംഗലം സ്വാമിയാരെ തന്നെ ഏർപ്പെടുത്താമെന്ന് തന്റെ സഹായിയായ നമ്പൂതിരിക്കുട്ടി ഏറ്റു. വില്യമംഗലം വരാമെന്നും ഏറ്റതറിഞ്ഞ് കുറൂറമ്മക്ക് ഏറെ സന്തോഷമായി. പൂജാ ദിവസം വന്നെത്തി. എന്നാൽ നിവേദ്യവും പൂജാദ്രവ്യങ്ങളും തയ്യാറാക്കാൻ നമ്പൂതിരിക്കുട്ടിയെ കാണുന്നില്ല. എന്റെ കൃഷ്ണ, വില്യമംഗലം ഇപ്പോഴെത്തും, ഈ കുട്ടിയെ കാണുന്നില്ലല്ലോ. കൃഷ്ണ, കൃഷ്ണ. ഈ സമയത്ത് അമ്മ എന്നെ വിളിച്ചോ? ആരാ? കുട്ടി ഏതാ? അമ്മേ, ഞാൻ കൃഷ്ണൻ. അമ്മ കൃഷ്ണ എന്ന് വിളിച്ചപ്പോ ഇങ്ങോട്ട് കയറിയതാ. അമ്മക്ക് എന്താ ഈ കൃഷ്ണൻ ചെയ്യേണ്ടത്? അതോ ഉണ്ണി, ഇന്നോ വില്യമംഗലം സ്വാമിയാര് കൃഷ്ണപൂജ നടത്താൻ ഇങ്ങോട്ട് വരണുണ്ട്. പൂജാദ്രവ്യങ്ങൾ ഒരുക്കാമെന്നേറ്റ നമ്പൂരിക്കുട്ടി വന്നില്ല. അവന്റെ പേരും കൃഷ്ണൻ എന്ന് തന്നെയാ. അവനെ കാണുന്നില്ലല്ലോ. എന്താ ചെയ്യാ? പൂജാദ്രവ്യങ്ങൾ ഞാൻ ഒരുക്കിത്തരാം അമ്മേ. നന്നായി, വേഗം ഒരുക്കുണ്ണിയേ. പിച്ചകവും നല്ല ചെമ്പകപ്പൂക്കളും തെച്ചിയും വേഗ വീറുത്തു വച്ചു. കസ്തൂരിവാക കദളി പഴങ്ങളും ചന്ദനക്കൂട്ടും കരുതി വെച്ചു. പിച്ചകവും നല്ല ചെമ്പകപ്പൂക്കളും തെച്ചിയും വേഗ വീറുത്തു വച്ചു. കസ്തൂരിവാക കദളി പഴങ്ങളും ചന്ദനക്കൂട്ടും കരുതി വെച്ചു. കൃഷ്ണൻ പൂജക്കായി പൂക്കളും പഴവും പാൽപായസവും ഒരുക്കി വെച്ചു. അമ്മേ, എല്ലാം തയ്യാറായി. കദളിപ്പഴവും പാൽപായസവും തിന്നാൻ ഈ ഉണ്ണിക്ക് കൊതിയാവുന്നു അമ്മേ. അയ്യോ ഉണ്ണി, പൂജ കഴിഞ്ഞ് ഭഗവാന് നേദിച്ചതെല്ലാം ഉണ്ണി തന്നെ കഴിച്ചോളൂ. അപ്പോഴാണ്
മുഴക്കം കേൾക്കുന്നു, മഞ്ചൽ വരുന്നുണ്ട്, പൂജയ്ക്കായി എത്തുന്നു സ്വാമിയാര്. മുഴക്കം കേൾക്കുന്നു, മഞ്ചൽ വരുന്നുണ്ട്, പൂജയ്ക്കായി എത്തുന്നു സ്വാമിയാര്. വേഗം നീ ചെല്ലേണം, സ്വാമിയെ സ്വീകരിച്ചാലേ തീരണം പൊൻപൈതലേ. വേഗം നീ ചെല്ലേണം, സ്വാമിയെ സ്വീകരിച്ചാലേ തീരണം പൊൻപൈതലേ. മോനെ കൃഷ്ണ, അതാ മഞ്ചൽ വരുന്നു. സ്വാമിയാരെ ഇങ്ങോട്ട് സ്വീകരിച്ചാനയിച്ചോളൂ. കൃഷ്ണൻ പുറത്തേക്ക് ചെന്നു. എന്നാൽ വില്യമംഗലത്തെ വഹിച്ചുള്ള മഞ്ചൽ കുറൂറമ്മയുടെ ഇല്ലത്തെത്താതെ മറ്റൊരു വഴിയിലൂടെ സാമുദ്രയുടെ കോവിലകത്തേക്ക് രാജസേവകന്മാർ കൂട്ടിക്കൊണ്ടുപോയി. കൃഷ്ണൻ ഓടി വന്ന് കുറൂറമ്മയെ വിവരമറിയിച്ചു. അമ്മേ, ഇന്ന് വില്യമംഗലത്തിന് സാമൂതിരി കോവിലകത്ത് ഗംഭീരമായ കൃഷ്ണപൂജയുണ്ട് പോലും. അപ്പോ വില്യമംഗലം ഇവിടെ വരില്ലേ ഉണ്ണി? എന്തൊരു ദുർവിധി, ഞാനൊരു പാപിയോ, എല്ലാം ഒരുക്കി ഞാൻ കാത്തിരുന്നു. കണ്ണാ നീ കാണേണം എൻ മനസ്സങ്കടം, വെണ്ണനൈ പായസം ആർക്കു നൽകും. എന്തൊരു ദുർവിധി, ഞാനൊരു പാപിയോ, എല്ലാം ഒരുക്കി ഞാൻ കാത്തിരുന്നു. കണ്ണാ നീ കാണേണം എൻ മനസ്സങ്കടം, വെണ്ണനൈ പായസം ആർക്കു നൽകും. എന്റെ ഉണ്ണി വില്യമംഗലം ഈ പാവത്തിനോട് ഇങ്ങനെ ചെയ്തല്ലോ. എനിക്ക് കണ്ണു കാണാൻ വയ്യാത്തത് കൊണ്ടല്ലേ. ഉണ്ണി, ആർക്കും വേണ്ടാത്ത ഈ പാവത്തിനെ സഹായിച്ച നീ ഏതാ ഉണ്ണി? അമ്മേ, അമ്മക്ക് എന്നെ നന്നായിട്ടറിയാം. അമ്മ ഈ മുഖത്തേക്കൊന്ന് നോക്കൂ. എന്തിനാ ഉണ്ണി കണ്ണു കാണാൻ വയ്യെന്നറിഞ്ഞിട്ടും ഈ അമ്മയെ പരിഹസിക്കുന്നത്? അമ്മക്ക് എന്നെ കാണാം. നോക്കൂ അമ്മേ. ഭഗവാനെ, ഞാൻ എന്തായി കാണണേ? സാക്ഷാൽ ഗുരുവായൂരപ്പൻ പൊന്നുണ്ടല്ലേ എന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്റെ കൃഷ്ണ, ഇത്രയും നേരം എന്റെ അരികിൽ നിന്നിട്ട് എന്നെ പരീക്ഷിക്കുകയായിരുന്നില്ലേ? എന്റെ കണ്ണന് വിശക്കുന്നില്ലേ? ഈ അമ്മ എന്റെ കണ്ണന് എന്താണ് തരേണ്ടത്? അമ്മ വിഷമിക്കേണ്ട. എന്റെ വിശപ്പ് മാറാൻ ഈ കദളിപ്പഴം തന്നെ ധാരാളം. പാരവശ്യം പറ്റി പാരവശ്യം പൂണ്ടു പാവം കുറൂറമ്മ എന്തു ചെയ്യൂ? ഏറ്റം പഴുത്ത പഴങ്ങളെടുത്തുടൻ ഓരോ തൊലിയൂരി ചെയ്യോ. പാരം പശിക്കുന്നോരുണ്ണിതൻ വായിലെ ഓരോ തൊലിയും നിറച്ചുവല്ലോ. ഭക്തി കൊണ്ട് മതിമറന്ന കുറൂറമ്മ ഓരോ പഴവും എടുത്ത് തൊലി ഇറുത്തറിയാതെ ആ തൊലി കൃഷ്ണന്റെ വായിൽ വെച്ചു കൊടുക്കുകയാണ്. പഴമോ ദൂരെ എറിയുകയും ചെയ്യുന്നു. അമൃതിനും അമൃതെന്ന പോലെ കൃഷ്ണൻ ഓരോ പഴത്തൊലിയും ആനന്ദാതിരേകത്താൽ തിന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് സാമൂതിരി കോവിലകത്ത് ശ്രീകൃഷ്ണ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. വില്യമംഗലത്തിന്റെ പൂജ കണ്ട്
ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കാൻ സാമൂതിരി സന്നിഹിതനായി. വില്യമംഗലം ചടങ്ങുകൾ ആരംഭിച്ചു. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഭഗവാനെ കൃഷ്ണ, ഈ ഭക്തന് ദർശനം തരൂ. വില്യമംഗലം പ്രാർത്ഥിച്ചു. കൃഷ്ണൻ വിളി കേട്ടില്ല. അവിലും മലരും പഴവും പാൽപായസവും നേദിച്ചു. എന്നിട്ടും കൃഷ്ണന്റെ നിഴലാട്ടം പോലുമില്ല. വില്യമംഗലത്തിന് പരിഭ്രമമായി. സാമൂതിരിക്ക് വാക്കുകൊടുത്തു പോയി. വില്യമംഗലം ഒന്നുകൂടെ കൃഷ്ണന്റെ സ്തുതിച്ചു. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എന്നിട്ടും അദ്ദേഹത്തിന് കൃഷ്ണദർശനം കിട്ടിയില്ല. മനസ്താപത്തോടെ ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ വില്യമംഗലം ഒരശരീരി കേട്ടു. വില്യമംഗലം, നിന്റെ അവിലിനേക്കാൾ മധുരമായ നൈവേദ്യം നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വരാൻ പ്രയാസം. കൃഷ്ണ, നീ എവിടെയാണ്? വില്യമംഗലം തിരിച്ചു ചോദിച്ചു. ഇവിടെ, എന്റെ അമ്മയുടെ മടിയിൽ. വില്യമംഗലം പെട്ടെന്ന് ആ കാര്യം ഓർത്തു. കുറൂർ അമ്മയുടെ ശ്രീകൃഷ്ണ പൂജയ്ക്ക് ചെല്ലാമെന്ന് ഏറ്റിരുന്നു. പക്ഷേ സാമൂതിരി വിളിച്ചപ്പോൾ ചിന്തിച്ചു നിൽക്കാൻ സമയമില്ലായിരുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ! പെട്ടെന്ന് വില്യമംഗലം അവിടെ നിന്നും ഇറങ്ങി ഓടി. സാമൂതിരി പകച്ചു നിന്നു. വില്യമംഗലം കുറൂറമ്മയുടെ ഭവനത്തിലെത്തി. അമ്മേ, ഭഗവാൻ എവിടെ? ഇതാ സ്വാമി, അവൻ എന്റെ മടിയിൽ തന്നെ ഉണ്ട്. അല്ലേ കണ്ണാ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. സൂക്ഷിച്ചു നോക്കുവിൻ സ്വാമി. എന്നിട്ടും വില്യമംഗലത്തിന് കൃഷ്ണനെ കാണാൻ കഴിഞ്ഞില്ല. വില്യമംഗലത്തിന്റെ കാര്യം മനസ്സിലായി. അദ്ദേഹം കുറൂറമ്മയുടെ കാൽക്കലി വീണ് നമസ്കരിച്ചു. അമ്മേ, കൃഷ്ണ ഭഗവാൻ നമ്മിൽ നിന്നും പറഞ്ഞിരിക്കുകയാണ്. ഉണ്ണിക്കണ്ണനെ കാട്ടിത്തരൂ അമ്മേ. കുറൂരമ്മ അത്ഭുതമായി. നിത്യവും കൃഷ്ണദർശനം കിട്ടുന്ന വില്യമംഗലം ഇതാ ഇന്ന് തന്നോട് ഭഗവാനെ കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ഭഗവാനെ, ഇതെന്തോ മായ! വീണ്ടും വില്യമംഗലത്തിന് ആ അശരീരി കേൾക്കാൻ സാധിച്ചു. വില്യമംഗലം, ധനികരും ദരിദ്രരും എന്ന ഭേദം നമുക്കില്ലെന്നറിയുക. താൻ ചെയ്ത പ്രവൃത്തിയോർത്ത് വില്യമംഗലം ലജ്ജിതനായി. കാരുണ്യവാരിധിയായ ശ്രീ ഗുരുവായൂരപ്പന്റെ മഹാത്മ്യ ലീലകൾക്ക് കയ്യും കണക്കുമില്ല. വേണുഗോപാല